കാരണം എന്തായി? ഇവിടെ ഒരു വേർതിരിവുണ്ടാക്കി, ജിന്നുകളോടുള്ള സഹായതേട്ടത്തിൽ ഒരു വേർതിരിവുണ്ടാക്കി. ഇക്കാലം വരെ മുജാഹിദുകൾ മനസ്സിലാക്കാത്ത ഒരു വേർതിരിവ്. എന്താ വേർതിരിവ്? ജിന്നിനോട് അഭൗതിക കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്ക്, അഭൗതിക കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്ക്. എന്താ ഈ അഭൗതിക കാര്യം എന്ന് പറഞ്ഞാൽ? ആ സ്വർഗത്തിലെത്തിക്കണേ, നരകത്തിൽ നിന്ന് കാക്കണേ, രോഗം മാറ്റണേ, അതല്ലെങ്കിൽ അതേപോലെയുള്ള അഭൗതിക കാര്യങ്ങൾ ചോദിച്ചാൽ ശിർക്ക്. എന്നാ ഭൗതിക കാര്യങ്ങൾ ചോദിച്ചാലോ അത് റസൂല് പഠിപ്പിച്ചിട്ടില്ല. ശിർക്കാന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. ശിർക്കാണെന്ന് പറയില്ല. പിന്നെ പറയുന്നത് എന്താ? അത് റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. പിന്നെ ഭൗതികമായ രീതിയിൽ ജിന്ന് സഹായിക്കലും അഭൗതികമായ രീതിയിൽ ജിന്ന് സഹായിക്കലും ഉണ്ടോ? വിശദമാക്കാമോ? ജിന്നുകളോട് ഭൗതികമായോ അഭൗതികമായോ സഹായതേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ജിന്നുകളോട് ഭൗതികമായോ അഭൗതികമായോ സഹായതേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ഇനിയോ അഭൗതികമായ വിഷയങ്ങൾ സഹായം തേടിയാൽ അത് ശിർക്കാണ്. ഭൗതികമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ഒരു ജിന്നിനോടും ഒരു സഹായം തേടിയിട്ടില്ല. എന്തായി? അഭൗതികമായ സഹായം തേടിയാൽ അത് ശിർക്കാണ്. എന്നാൽ ഭൗതികമോ? ഭൗതികമായ സഹായം തേടിയാൽ അതാ ജബ്ബാർ മൗലവി പറഞ്ഞ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയൽ, അതാണ് സക്കരിയ പറഞ്ഞ പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്നവന്റെ സഹായവേട്ടം, അതാണ് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ജിന്നിനോട് ഭൗതികമായി ആവശ്യപ്പെടൽ. അഭൗതികമായി തേടിയാൽ ശിർക്ക്. എന്നാൽ ഭൗതികമോ? ബദർത്തോ ഒരു ജിന്നിനോടും ഒരു സഹായം തേടിയിട്ടില്ല. ബദറിലോ ഉഹദിലോ ഖന്തക്കിലോ ഖൈബറിലോ ഒന്നും ജിന്നുകളെ സഹായത്തിന് വിളിച്ചിട്ടില്ല ഒരു കാര്യത്തിനും. കാരണം അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചില്ല? എന്തുകൊണ്ട് ജിന്നുകളോട് ഭൗതികമായ ഒരു സഹായതത്വം ബദറിലാകട്ടെ, ഉഹദിലാകട്ടെ, ഖന്തക്കിലാകട്ടെ, മറ്റേതെങ്കിലും സമയത്താകട്ടെ ഒരു സഹായതത്വം ഇസ്ലാം പഠിപ്പിച്ചില്ല? പഠിപ്പിക്കാത്തതിന്റെ കാരണം വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നടത്തിയ ശിർക്കിനെ ഖുർആൻ വിശദീകരിച്ചതുകൊണ്ടാണ്. അത് ശിർക്കായതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കാതിരുന്നത്. അത് ശിർക്കാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അതാണ് ഖുർആൻ വിശദീകരിച്ച പ്രമാണം, അതാണ് ഖുർആൻ വിശദീകരിച്ച ആദർശം. ആ ആദർശത്തോടൊപ്പം നിൽക്കാൻ ആര് തയ്യാറുണ്ട്?